അങ്ങനെ ഒടുവിൽ നമ്മുടെ സ്വന്തം രാഹുൽ ഗാന്ധി ഫാഷൻ ഷോയുടെ ലോകത്തേക്ക് ഔദ്യോഗികമായി കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. പ്രായം 56ലേക്ക് കടക്കുമ്പോഴും താൻ തന്നെയാണ് യുവതലമുറയുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആവേശമെന്ന് സ്വയം വിശ്വസിപ്പിക്കാൻ ഈ നേതാവും കൂട്ടുകാരും നടത്തുന്ന പരിശ്രമങ്ങൾ കാണുമ്പോൾ ചിരിയല്ല, മറിച്ച് സഹതാപമാണ് തോന്നുന്നത്. ഇന്നത്തെ കാലത്തെ ചെറുപ്പക്കാരുടെ സ്റ്റൈലൻ ലുക്കിലേക്ക് മാറിപ്പിടിച്ചാൽ ആളുകൾ തങ്ങളെ അംഗീകരിക്കുമെന്നും നരേന്ദ്രമോദിയെ രാഷ്ട്രീയമായി മലർത്തിയടിക്കാമെന്നും രാഹുൽ കരുതുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ മണ്ടത്തരം വേറെയില്ല. രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഉത്തരവാദിത്തമുള്ള വേഷത്തിലും വാക്കിലും നിൽക്കേണ്ടയാൾ വെറും ഒരു വസ്ത്രധാരണത്തിലൂടെ ജനങ്ങളെ കയ്യിലെടുക്കാമെന്ന് വ്യാമോഹിക്കുന്നത് കേവലം രാഷ്ട്രീയ പാപ്പരത്തമല്ലാതെ മറ്റെന്താണ്? വെള്ള ടീഷർട്ടിൽ നിന്ന് മാറി ഇപ്പോൾ വിവിധ നിറങ്ങളിലുള്ള നീളൻ ഷർട്ടുകളിലേക്കും കാഷ്വൽ ലുക്കുകളിലേക്കും മാറിയതുകൊണ്ട് മാത്രം ആരുടെയും രാഷ്ട്രീയം മാറില്ലെന്ന് ഈ മനുഷ്യൻ എപ്പോഴാണ് തിരിച്ചറിയുക? വസ്ത്രം മാറിയാൽ ബുദ്ധിയും ആശയങ്ങളും മാറില്ലെന്ന ലളിതമായ സത്യം പോലും ഇനിയും മനസ്സിലാക്കാത്ത ഇദ്ദേഹത്തെ ഓർത്ത് ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾ പോലും ലജ്ജിച്ച് തലതാഴ്ത്തുകയാണ്. ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ യഥാർത്ഥ യൗവനം അയാളുടെ ഷർട്ടിൻ്റെ കളറിലല്ല, മറിച്ച് മനസ്സിലെ ആശയങ്ങളുടെ പുതുമയിലാണ്. യുവാക്കളുടെ ഭാഷ വെറുതെ അനുകരിക്കുന്നതിലല്ല, പകരം അവരുടെ ഭാവി സുരക്ഷിതമാക്കാൻ കൃത്യമായ പദ്ധതികൾ കയ്യിലുള്ളതിലാണ് കാര്യം. എന്നാൽ തൊഴിലില്ലായ്മയെക്കുറിച്ചും സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചും കൃത്യമായ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കാൻ കഴിയാതെ സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ വേണ്ടി മാത്രം ഇത്തരം വേഷവിധാനങ്ങളുമായി നടക്കുന്ന രാഹുലിന്റെ രാഷ്ട്രീയം ഇന്ന് കോൺഗ്രസിനുള്ളിൽ പോലും വലിയ പരിഹാസ്യമായ ഒന്നായി മാറിക്കഴിഞ്ഞു. ശശി തരൂർ ഉൾപ്പെടെയുള്ള നേതാക്കൾ തന്നെ പരോക്ഷമായി ഈ വിവരമില്ലായ്മയെ വിമർശിക്കുന്നുണ്ട് എന്നത് ഇതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. നരേന്ദ്രമോദിയെ എതിർക്കേണ്ടത് അദ്ദേഹത്തിന്റെ വസ്ത്രം നോക്കിയല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ വികസന മാതൃകകളോട് ആരോഗ്യകരമായ ആശയങ്ങൾ കൊണ്ട് ഏറ്റുമുട്ടിക്കൊണ്ടാണ്. മേക്ക് ഇൻ ഇന്ത്യയും ഡിജിറ്റൽ വിപ്ലവങ്ങളും മുതൽ രാജ്യത്തിന്റെ ദേശീയ സുരക്ഷ വരെയുള്ള കാര്യങ്ങളിൽ മോദി ഒരു വ്യക്തമായ രാഷ്ട്രീയ പ്രൊജക്ട് ജനങ്ങൾക്ക് മുന്നിൽ വെച്ചപ്പോൾ രാഹുൽ ചെയ്തതൊക്കെയും അടിസ്ഥാനരഹിതമായ നുണകളും വ്യാജ കണക്കുകളും നിരത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കൽ മാത്രമായിരുന്നു. അടുത്തിടെ പുറത്തു വന്ന ഒരു ഫാക്ട് ചെക്ക് പ്രകാരം രാഹുൽ ഗാന്ധി വിവിധ വേദികളിൽ നടത്തിയ 40 പ്രസ്താവനകളിൽ 29 പൂർണ്ണമായും തെറ്റും ബാക്കിയുള്ളവ തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളെക്കുറിച്ചും തൊഴിലില്ലായ്മയെക്കുറിച്ചും വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുമൊക്കെ ഇയാൾ തട്ടിവിട്ട കണക്കുകളെല്ലാം നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ഔദ്യോഗിക രേഖകൾ വെച്ച് അപ്പോൾ തന്നെ പൊളിച്ചടക്കപ്പെട്ടിട്ടുണ്ട്. യാതൊരുവിധ വസ്തുതാപരമായ അടിത്തറയുമില്ലാതെ കേവലം സർക്കാരിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രം നുണകൾ എഴുന്നള്ളിക്കുന്ന ഇത്തരം നേതാക്കളെയാണ് രാജ്യത്തെ ജെൻസി തലമുറ ഇന്ത്യ മുന്നണിയുടെ പേരിൽ തള്ളിക്കളയുന്നത്. ഇൻസ്റ്റഗ്രാം റീലുകളിലൂടെയും കളർഫുൾ ഷർട്ടുകളിലൂടെയും യുവാക്കളെ വശത്താക്കാമെന്ന് വ്യാമോഹിക്കുന്ന രാഹുലിന് മുന്നിൽ ഇന്ത്യയിലെ യുവത്വം ചോദിക്കുന്നത് തങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള വ്യക്തമായ മറുപടിയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മുതൽ സെമി കണ്ടക്ടർ രംഗം വരെ രാജ്യം ഇങ്ങനെ കുതിക്കുമ്പോൾ അതിനെയെല്ലാം എങ്ങനെ പിന്തുണയ്ക്കാമെന്നതിനെക്കുറിച്ച് ഒരു വരി പോലും സംസാരിക്കാൻ കഴിയാത്ത ഈ രാഷ്ട്രീയ ശിശുവിന് എങ്ങനെയാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകാൻ സാധിക്കുക? വെറും ഒരു കുടുംബ പാരമ്പര്യത്തിന്റെ ബലത്തിൽ മാത്രം പ്രതിപക്ഷ കസേരയിലിരുന്ന് ഇത്തരത്തിലുള്ള തമാശകൾ കാണിക്കുന്നതിനേക്കാൾ ഭേദം നരേന്ദ്രമോദിയുടെ അരികിൽ പോയി യഥാർത്ഥ രാഷ്ട്രീയം എന്താണെന്ന് പഠിക്കുക എന്നതാണ്. രാജ്യത്തിന്റെ താല്പര്യങ്ങളെക്കാൾ സ്വന്തം രാഷ്ട്രീയ അതിജീവനത്തിന് പ്രാധാന്യം നൽകുന്ന ഇത്തരം നേതാക്കൾക്ക് മുന്നിൽ ഇനിയും ഇന്ത്യയിലെ ജനങ്ങൾ കണ്ണടച്ചു കൊടുക്കില്ല. വസ്ത്രധാരണം കൊണ്ടോ ഫോട്ടോ ഷൂട്ടുകൾ കൊണ്ടോ മറച്ചുവെക്കാൻ കഴിയാത്തത്ര വലിയ രാഷ്ട്രീയ ശൂന്യതയാണ് രാഹുൽ ഗാന്ധിയെ നയിക്കുന്നത്. അതിനാൽ ഫാഷൻ പരീക്ഷണങ്ങളും കോപ്രായങ്ങളും ഒക്കെ തൽക്കാലത്തേക്കൊന്ന് മാറ്റിവെച്ച് രാജ്യത്തോടും ജനങ്ങളോടും നീതി പുലർത്താൻ കഴിയുന്ന കുറച്ചെങ്കിലും പക്വതയുള്ള ഒരു രാഷ്ട്രീയ നേതാവായി ഇനിയെങ്കിലും മാറാൻ ഈ മനുഷ്യൻ തയ്യാറാകണം. അല്ലാത്ത പക്ഷം ചരിത്രം ഇയാളെ അടയാളപ്പെടുത്തുക രാജ്യത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ തമാശയായിട്ടായിരിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ലാത്തതിനാൽ ഇത്തരം നേതാക്കളെ ജനം വിചാരണ ചെയ്യുക തന്നെ ചെയ്യും. രാഷ്ട്രീയത്തിൽ ഒട്ടും പരിചയസമ്പത്തില്ലാതെ വെറും ഒരു കിരീടാവകാശി എന്ന ലേബലിൽ മാത്രം വലം വയ്ക്കുന്ന രാഹുൽ ഗാന്ധിക്ക് ഇന്നും രാജ്യത്തെ സാധാരണക്കാരന്റെ ജീവിത യാഥാർത്ഥ്യങ്ങൾ എന്താണെന്ന് തിരിഞ്ഞു കിട്ടിയിട്ടില്ല. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിനേക്കാൾ ഉപരിയായി വിദേശ യാത്രകളും സ്റ്റേജ് നാടകങ്ങളും ഫാഷൻ പരീക്ഷണങ്ങളും നടത്തി ഫോട്ടോ ഷൂട്ടുകൾക്ക് പോകുന്നതാണ് ഈ കോൺഗ്രസ് നേതാവിന്റെ പ്രധാന വിനോദം.
രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചോ വിദേശ നയങ്ങളെക്കുറിച്ചോ ചോദിച്ചാൽ അന്തം വിട്ടു നിൽക്കുന്ന ഈ പ്രതിപക്ഷ നേതാവാണ് ഇപ്പോൾ ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന യുവജനങ്ങളുടെ പ്രതിനിധി എന്ന് അവകാശപ്പെടുന്നത്. തൊഴിലില്ലായ്മയെക്കുറിച്ച് സംസാരിക്കാൻ ഇയാൾക്ക് യാതൊരു ധാർമ്മിക അവകാശവുമില്ല. കാരണം സ്വന്തം പാർട്ടിയുടെ ഭരണകാലത്ത് രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതികളും തൊഴിലില്ലായ്മയും മൂടിവെച്ച് ഇന്നത്തെ സർക്കാരിന്റെ നേട്ടങ്ങളെ ഇകഴ്ത്തിക്കാട്ടാനാണ് ഇയാൾ എപ്പോഴും ശ്രമിക്കുന്നത്. രാജ്യത്തെ ജനങ്ങൾ വിഡ്ഢികളല്ലെന്നും ഇത്തരത്തിലുള്ള കാടൻ തന്ത്രങ്ങളും കള്ളക്കഥകളും കൊണ്ട് തങ്ങളെ കബളിപ്പിക്കാൻ നോക്കുന്നവരെ വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ എങ്ങനെ നേരിടണമെന്ന് അവർക്ക് നന്നായി അറിയാമെന്നും രാഹുൽ ഗാന്ധിയും കൂട്ടരും തിരിച്ചറിയുന്നതാണ് നല്ലത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ ഇത്രയധികം നിരുത്തരവാദപരമായി പെരുമാറിയ മറ്റൊരു പ്രതിപക്ഷ നേതാവ് ഉണ്ടാകില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാപ്പകലില്ലാതെ രാജ്യത്തിന്റെ പുരോഗതിക്കായി അക്ഷീണം പ്രയത്നിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഓരോ പദ്ധതികളെയും കാലത്തിന്റെ മുൻപിൽ തടസ്സപ്പെടുത്താൻ നോക്കുന്ന സങ്കുചിത രാഷ്ട്രീയമാണ് രാഹുൽ ഗാന്ധി നടപ്പിലാക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ ചെന്ന് സ്വന്തം രാജ്യത്തെക്കുറിച്ച് അപവാദങ്ങൾ പ്രചരിപ്പിക്കുകയും രാജ്യവിരുദ്ധ ശക്തികൾക്ക് വളം വെച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഈ കോൺഗ്രസ് നേതാവ് ദേശസ്നേഹത്തെക്കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചും വാചാലമാകുമ്പോൾ അത് കാണികളുടെ മുഖത്ത് ചിരിയാണ് ഉണ്ടാക്കുന്നത്. ഒരു രാജ്യത്തിന്റെ പ്രതിപക്ഷ നിരയിൽ ഇരിക്കേണ്ടയാൾ രാജ്യത്തിന്റെ വളർച്ചയെ പിന്നോട്ടടിക്കാൻ ശ്രമിക്കുന്നത് കടുത്ത രാജ്യദ്രോഹത്തിന് തുല്യമാണ്. യുവതലമുറയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ അവർക്ക് മികച്ചൊരു ഭാവി സമ്മാനിക്കാനോ ഉള്ള യാതൊരുവിധ പദ്ധതികളും കോൺഗ്രസിന്റെ കയ്യിലില്ല. വെറും അധികാരമോഹവും കുടുംബവാഴ്ചയും മാത്രം മുൻനിർത്തി മുന്നോട്ടു പോകുന്ന ഈ പാർട്ടിക്ക് ഇന്ത്യയെ നയിക്കാനുള്ള ഒരു യോഗ്യതയുമില്ലെന്ന് ജനം ഇതിനോടകം തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി നടത്തുന്ന ഇത്തരം വില കുറഞ്ഞ ഫാഷൻ നാടകങ്ങളും കള്ളക്കണക്കുകളും ഒന്നും തന്നെ ജനങ്ങളുടെ ഇടയിൽ ഇനി ചെലവാകാൻ പോകുന്നില്ല. യഥാർത്ഥ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളോടെയും വികസന സ്വപ്നങ്ങളോടെയും മുന്നോട്ട് വരുന്ന ഭരണാധികാരികൾക്കൊപ്പമാണ് ഇന്നത്തെ ഇന്ത്യ നിൽക്കുന്നത്. അല്ലാതെ ഇത്തരം കോപ്രായങ്ങൾ കാണിക്കുന്ന കിരീടാവകാശികൾക്കൊപ്പമല്ല. അതിനാൽ ഇനിയെങ്കിലും ഇത്തരം പൊള്ളയായ രാഷ്ട്രീയ തന്ത്രങ്ങൾ പൂർണ്ണമായും അവസാനിപ്പിച്ച് മാന്യമായ രീതിയിൽ രാഷ്ട്രീയത്തെ സമീപിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറാകണം. അല്ലാത്ത പക്ഷം ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ കോൺഗ്രസ് പാർട്ടി എന്നേക്കുമായി തുടച്ചു നീക്കപ്പെടുന്ന ഒരു കാലം വളരെ വിദൂരത്തല്ല എന്ന സത്യം ഇനിയെങ്കിലും ഈ നേതാവ് മനസ്സിലാക്കുന്നത് സ്വന്തം രാഷ്ട്രീയ ഭാവിക്ക് തന്നെയായിരിക്കും ഏറ്റവും നല്ലത്. രാജ്യത്തിന്റെ യഥാർത്ഥ പുരോഗതിക്ക് തടസ്സം നിൽക്കുന്ന ഇത്തരം കാപട്യങ്ങളെ ജനം തിരിച്ചറിയുമെന്ന് ഉറപ്പാണ്. രാജ്യത്തെ മുന്നോട്ട് നയിക്കാനുള്ള യാതൊരുവിധ കാഴ്ചപ്പാടും ഇല്ലാത്തതിനാൽ ജനങ്ങൾ ഇനിയുള്ള കാലത്തും ഇത്തരം രാഷ്ട്രീയ നാടകങ്ങളെ പുച്ഛിച്ചു തള്ളുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൂടാതെ രാജ്യത്തിന്റെ സുപ്രധാനമായ നയരൂപീകരണങ്ങളിൽ പോലും യാതൊരുവിധ ഗൗരവവും ഇല്ലാതെയാണ് രാഹുൽ ഗാന്ധി ഇടപെടുന്നത്. സ്വന്തം പാർട്ടിയുടെ അടിത്തറ പോലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി മാത്രം ഇത്തരം തന്ത്രങ്ങൾ പയറ്റുന്നത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ തകർച്ചയുടെ ആഴമാണ് വ്യക്തമാക്കുന്നത്. ലക്ഷക്കണക്കിന് പ്രവർത്തകരുടെ വിയർപ്പിൽ വളർന്നു വന്ന ഒരു വലിയ പ്രസ്ഥാനത്തെ വ്യക്തിപൂജയ്ക്കായി ഉപയോഗിക്കുന്നത് ജനാധിപത്യത്തിന് തന്നെ അപമാനകരമാണ്. സാമ്പത്തിക വിദഗ്ധരുടെ നിർദ്ദേശങ്ങളെയും രാജ്യത്തിന്റെ മുന്നേറ്റങ്ങളെയും കണ്ണടച്ച് എതിർക്കുന്ന ഇയാൾ രാജ്യത്തിന്റെ യഥാർത്ഥ വളർച്ചയ്ക്ക് ഒരു ഭാരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ യുവജനങ്ങൾക്ക് വേണ്ടത് വ്യാജ വാഗ്ദാനങ്ങളോ കളർഫുൾ വസ്ത്രങ്ങളോ അല്ല, മറിച്ച് സുസ്ഥിരമായ തൊഴിലവസരങ്ങളും ശക്തമായ സാമ്പത്തിക ഭദ്രതയുമാണ്. എന്നാൽ ഇതൊന്നും മനസ്സിലാക്കാൻ സാധിക്കാത്ത ഈ കോൺഗ്രസ് നേതാവ് തന്റെ പഴയ രീതികൾ തന്നെ വീണ്ടും ആവർത്തിക്കുന്നു. ഒടുവിൽ ജനം ഇയാൾക്ക് തക്കതായ മറുപടി ബാലറ്റ് പേപ്പറിലൂടെ നൽകുമെന്നത് യാതൊരു സംശയവുമില്ല. രാജ്യത്തിന്റെ മഹത്തായ പാരമ്പര്യത്തെയും ഭരണഘടനയെയും സംരക്ഷിക്കാൻ പ്രാപ്തരായ യഥാർത്ഥ ഭരണാധികാരികളുടെ കൈകളിൽ മാത്രമേ ഇന്ത്യയുടെ ഭാവി സുരക്ഷിതമായിരിക്കുള്ളൂ. അതിനാൽ ഇത്തരം പൊള്ളയായ നാടകങ്ങളും ഫാഷൻ കോപ്രായങ്ങളും കൊണ്ട് ഇനി ആരെയും കബളിപ്പിക്കാൻ കഴിയില്ലെന്ന് രാഹുൽ ഗാന്ധി തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. നന്ദി.